എല്ലാവർക്കും iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ബേസിക് യൂണിറ്റ് ഓപ്പറേഷൻസ് ഇൻ ഫുഡ് പ്രോസസ്സിങ്ങിൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതായത് ഇവിടെ ഈ റൊട്ടേഷൻ ആക്ഷൻ അല്ലെങ്കിൽ സർക്കുലാർ മൂവ്മെന്റ് വരുന്ന സമയത്ത് ഔട്ട്വേർഡ് വരുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്, ഔട്ട്വേർഡ് വരുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടുവേർഡ്സ് ദ പെരിഫറി വരുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു കല്ല്, ഒരു സ്ട്രിങ്ങിൽ നമ്മളൊരു നൂലിലൊരു കല്ല് കെട്ടിയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പോകുന്നു, അത് പുറത്തേക്ക് പോകുന്നു അല്ലെ. അവിടെ എന്താണ്? ആ ടുവേർഡ്സ് പെരിഫറി ആണ് ആ ഒരു ഫോഴ്സ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് കല്ല് തെറിച്ച് പോകുന്നത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർക്കുലർ മോഷനിൽ ടുവേർഡ്സ് നടുക്കേട്ടായിരിക്കും, പെറ്റൽ അല്ലെങ്കിൽ പെറ്റലിന്റെ പൂവിന്റെ നടുക്കോട്ട് എന്ന് പറയുന്നത് നടുക്കോട്ടായിരിക്കും ഫോഴ്സ് വരും. അപ്പം സെൻട്രിഫ്യൂഗേഷൻ ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പൊ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പെരിഫറിയിലേക്കുള്ള ഒരു ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് സെൻട്രിഫ്യൂഗേഷൻ വർക്ക് ചെയ്യുന്നത്. ഫോർ ദ സെഡിമെന്റേഷൻ ഓഫ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ് വിത്ത് എ സെൻട്രിഫ്യൂജ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി ആൻഡ് ലാബോറട്ടറി സെറ്റിംഗ്സ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ മിക്സ്ചേഴ്സ് ഉള്ള ഒരു അല്ലെങ്കിൽ സബ്സ്റ്റൻസുകളുള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കി. ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കമ്പോണൻസ് ഉള്ള ഒരു മിക്സ്ചർ ഉണ്ടാക്കി. അപ്പൊ ഇതിന്റെ പാർട്ടിക്കിളിന്റെ സൈസിന്റെ ബേസിലോ അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ ബേസിലോ എന്താണ് നമ്മൾ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി സെപ്പറേഷൻ നടത്തുന്നു. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡെൻസർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ സംഭവങ്ങൾ മുകളിലേക്ക് റൈസ് ചെയ്യും, അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ സാധനങ്ങൾ എന്താണ് താഴേക്ക് സെറ്റിൽ ചെയ്യും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ബിഗർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് പെരിഫറിയിലേക്ക് പോകും, സ്മോളർ, അങ്ങനെ ആ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ സൈസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സെൻട്രിഫ്യൂഗേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ദിസ് പ്രോസസ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ് അല്ലെ. രണ്ട് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് മോർ ഡെൻസ് കമ്പോണൻസ് ഓഫ് ദ മിക്സ്ചർ മൈഗ്രേറ്റ് എവേ ഫ്രം ദ ആക്സിസ് ഓഫ് ദ സെൻട്രിഫ്യൂഗ് അല്ലെ. നമ്മളിപ്പോ ഒരു സ്ട്രിങ് എടുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഏറ്റവും ഡെൻസ് ഏതാണ്? ആ ഒരു സ്റ്റോൺ ആണ്. അത് എങ്ങോട്ടേക്ക് പോകും? അത് പെരിഫറിയിലേക്ക് പോകും എന്ന് പറയുന്നതൊക്കെ മോർ ഡെൻസ് കമ്പോണൻസ് ഓഫ് ദ മിക്സ്ചർ എന്ത് ചെയ്യും? മൈഗ്രേറ്റ് എവേ ഫ്രം ദ ആക്സിസ് ഓഫ് ദ സെൻട്രിഫ്യൂഗ് അല്ലെ. ആ ഒരു സെൻട്രിഫ്യൂഗിന്റെ ആക്സിസിന്റെ എവേയിലേക്ക് എന്താണ് പോകുന്നത്? മോർ ഡെൻസർ കമ്പോണൻസ് വരും. നേരെ മറിച്ച് വൈ ലെസ് ഡെൻസ് കമ്പോണൻസ് ഓഫ് ദ മിക്സ്ചർ എന്ത് ചെയ്യും? ടുവേർഡ്സ് ദ ആക്സിസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ ഒരു സെപ്പറേഷൻ കിട്ടിയില്ലേ? മോർ ഡെൻസർ ആയിട്ടുള്ളത് പെരിഫറിയിലേക്ക് പോയി, ലെസ് ഡെൻസർ ആയിട്ടുള്ളത് ആക്സിസിലേക്ക് അല്ലെങ്കിൽ സെന്ററിലേക്ക് വന്നു. ഓക്കെ, അപ്പം എ സെൻട്രിഫ്യൂഗ് ഈസ് എ ഡിവൈസ് ഫോർ സെപ്പറേറ്റിംഗ് പാർട്ടിക്കിൾസ് ഫ്രം എ സൊല്യൂഷൻ അക്കോർഡിംഗ് ടു ദർ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് അല്ലെങ്കിൽ ഡെൻസിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം ആൻഡ് റോട്ട് ഓഫ് സ്പീഡ്. അപ്പം ഈ പറയുന്ന ഫാക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എന്ത്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്? സൈസ്, ഷേപ്പ്, ഡെൻസിറ്റി, വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം, അതുപോലൊക്കെ തന്നെ റോട്ടർ സ്പീഡ്. ഓക്കെ, ഇനി ഇൻ എ സൊല്യൂഷൻ പാർട്ടിക്കിൾസ് ഹൂസ് ഡെൻസിറ്റി ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ സോൾവെന്റ് അല്ലെ. ഇപ്പം ഡെൻസിറ്റി കൂടിയ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? അല്ലെ സോൾവെന്റിനേക്കാൾ ഡെൻസിറ്റി കൂടിയ സംഭവം എന്ത് ചെയ്യും? ആ സെഡിമെന്റ് അല്ലെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ആലോചിക്കുക ഡെൻസിറ്റി മീൻസ് ആ ഒരു വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പൊ അതെന്ത് ചെയ്യും? അത് സിങ്ക് ചെയ്യും. നേരെ മറിച്ച് ലൈറ്റർ ആയിട്ടുള്ള എന്ത് ചെയ്യും? അത് ഫ്ലോട്ട് ചെയ്യും അല്ലെ. നമ്മളിപ്പം ഈ മിൽക്കിന്റെ ഒക്കെ കേസിലാണെങ്കിൽ സ്കിമ്മിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് മിൽക്കിനകത്തുള്ള ഫാറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. അപ്പം ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലെസ് ഡെൻസർ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യും? അത് റൈസ് ചെയ്യും, ടോപ്പിലേക്ക് വരും. ബാക്കി കുറച്ച് ഡെൻസിറ്റി കൂടിയ സാധനങ്ങൾ എന്ത് ചെയ്യും? താഴേക്ക് പോകും. അപ്പം നമുക്ക് ആ ഒരു ക്രീം റിമൂവൽ അല്ലെങ്കിൽ ആ ഒരു ഫാറ്റ് റിമൂവൽ പോസിബിൾ ആവും, നമുക്ക് സ്കിംഡ് മിൽക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ദ പാർട്ടിക്കിൾസ് ദാറ്റ് ആർ ലൈറ്റർ ദാൻ ഇറ്റ് ഫ്ലോ ടു ദ ടോപ്പ്. ഓക്കെ, ദ ഗ്രേറ്റർ ദ ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റി ഫാസ്റ്റർ ദ മൂവ് അല്ലെ. ഡെൻസിറ്റി ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ രണ്ടെണ്ണത്തിന്റെ ഡെൻസിറ്റി തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു സെപ്പറേഷൻ പോസിബിൾ ആയിരിക്കും. ഇഫ് ദർ ഈസ് നോ ഡിഫറൻസ്, ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഇല്ലാത്ത സബ്സ്റ്റൻസുകളെ നമ്മൾ പറയുന്ന പേരാണ് ഐസോപിക്നിക്
കണ്ടീഷൻ എന്ന് പറയും, അതായത് ഐസോപിക്നിക് പാർട്ടിക്കിൾസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഐസോതെർമ് അല്ലെങ്കിൽ ഐസോബാർ എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഐസോപിക്നിക് സബ്സ്റ്റൻസ് വെച്ചിരുന്നതാണ് അതിന്റെ ഡെൻസിറ്റി സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനത്തുള്ളതിന്റെ കേസിൽ ചെറിയ ഡെൻസിറ്റി വേരിയേഷൻ ആണല്ലേ, അപ്പൊ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വരും. പക്ഷെ ഡെൻസിറ്റി ഡിഫറൻസ് നല്ലോണം ഉള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇൻസ്ട്രുമെന്റേഷൻ പറയുമ്പോൾ എന്താണ്, രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഇതിനകത്ത് ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ട്, ഇതിനെ സ്പിന്ന് ചെയ്യാനായിട്ട് ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളുടെ ആ ഒരു എന്താ കമ്പാർട്ട്മെന്റ് പോലത്തെ ഉണ്ടായിരിക്കും. ആൻഡ് റോട്ടർ ടു ഹോൾഡ് ട്യൂബ്, ഇതാണ് ആ ഒരു റോട്ടർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ട്യൂബ്സിനെ ഹോൾഡ് ചെയ്യാനുള്ള സാധനമുണ്ട്. ഇതാണ് ആ ഒരു കമ്പാർട്ട്മെന്റിനകത്ത് റോട്ടർ ഉണ്ട്. ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിനകത്താണ് ഏത് നമ്മുടെ ട്യൂബ്സിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ട്, സ്പിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ലോ സ്പീഡ് സെൻട്രിഫ്യൂഗ ഉണ്ട്, ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജും ഉണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഇതിന്റെ രണ്ടിന്റെയും സെൻട്രിഫ്യൂജിന്റെ വർക്കിംഗ് സെയിം ആണ്. ഒന്നിന്റെ സ്പീഡ് കുറവായിരിക്കും, ഒന്നിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. ലോ സ്പീഡ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നതാണ് അത് നമ്മൾ ഈ ക്ലിനിക്കലി ഒക്കെ ഇപ്പം ബ്ലഡിന്റെ ഒക്കെ കമ്പോണൻസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ലോ സ്പീഡ് സെൻട്രിഫ്യൂജ് ഈസ് എ ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ദാറ്റ് സെപ്പറേറ്റ് സബ്സ്റ്റൻസ് ഓഫ് ഡിഫറെന്റ് ഡെൻസിറ്റീസ്. ഓക്കെ, ഇപ്പം ഈ ലോ സ്പീഡ് സെൻട്രിഫ്യൂജിന് ഒരു എക്സാമ്പിൾ പോലെ ഈ അടുത്തൊരു യൂട്യൂബിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് തന്നെ ബ്ലഡിനകത്തുള്ള പ്ലാസ്മേനെ വേർതിരിക്കാൻ പറ്റുമെന്ന് കാണിച്ചിട്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇത് കാണിച്ചിരിക്കുന്ന ഒരു ത്രെഡിനകത്ത് ഒരു ചെറിയ ട്യൂബ് പോലെ കെട്ടിയിട്ട് നമ്മൾ ബ്ലഡിനെ കളക്ട് ചെയ്ത് എന്താ പറയുക, കട്ട പിടിക്കാതിരിക്കാനുള്ള നമ്മുടെ ആന്റി കോയാഗുലന്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനെ ക്ലോസ് ചെയ്തിട്ട് ഈ സ്ട്രിങ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പം അതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു സ്പിൻ എന്ന് പറയുമ്പോഴത്തേക്ക് റൊട്ടേഷൻ വളരെ കുറവാണ്. പക്ഷെ അത് കുറെ നേരം സ്പിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്ലാസ്മ വേർതിരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ലെയർ ഓഫ് WBCയുടെ ഒരു ലെയർ അങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ തന്നെയാണ് ഈ ലോ സ്പീഡ് സെൻട്രിഫ്യൂജും പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ് അതിന്റെ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ റെവല്യൂഷൻ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറവായിരിക്കും. ദാറ്റ് ഈസ് spinning them at a relatively low rotational speed, that is 300 to 5000 RPM. അതായത് ഒരു മിനിറ്റിൽ ഏകദേശം 300 മുതൽ 5000 റെവല്യൂഷൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവിടെ സ്പിൻ ചെയ്യുന്നത്. ഇത് കൂടുതൽ നമ്മൾ ബ്ലഡ് കമ്പോണൻസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ, സെൽ കൾച്ചറിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് എന്തായിരിക്കും? അത് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഹൈ സ്പീഡ് ആയിരിക്കും. അതായത് ഒരു 15,000 RPM അല്ലെ, ഒരു മിനിറ്റിൽ ഏകദേശം 15,000 റെവല്യൂഷൻസ് വരെ. നേരത്തെ കണ്ടതിന്റെ ഏകദേശം ഒരു 3 ഇരട്ടി സ്പീഡിലാണ് ഇതിന്റെ റെവല്യൂഷൻ ഉണ്ടാക്കുക. അതാണ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രോട്ടീൻസ് അതുപോലെ തന്നെ വൈറസിനെയൊക്കെ ഐസൊലേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ ഐസൊലേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു അൾട്രാ സെൻട്രിഫ്യൂജ് ഉണ്ട്. ഇതെന്താണ്? ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂജ് യൂസ്ഡ് ടു സെപ്പറേറ്റ് പാർട്ടിക്കിൾസ്, മോളിക്യൂൾസ് ഓർ സെൽസ് ബേസ്ഡ് ഓൺ ദെയർ ഡെൻസിറ്റി അറ്റ് എക്സ്ട്രീംലി ഹൈ സ്പീഡ്. അതായത് ഡെൻസിറ്റിയുടെ ബേസിൽ ഈ പറഞ്ഞൊക്കെ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ അൾട്രാ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സെപ്പറേഷനാണ് നടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പം ഈ മിൽക്കിൽ നമ്മൾ ഡയറി ടെക്നോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ബാക്ടോഫ്യൂഗേഷൻ എന്ന് പറയുന്ന സംഭവം പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പാലിനകത്തു നിന്നുള്ള ബാക്ടീരിയൽ കോൺസ്റ്റുവൻസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു ബാക്ടോഫ്യൂജ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈ ബാക്ടീരിയൽ സെൽസിന്റെയും സ്പോർസിന്റെയും ഡെൻസിറ്റി നമ്മുടെ മിൽക്കിന്റെ ഡെൻസിറ്റിനേക്കാൾ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബാക്ടോഫിഗേഷൻ ചെയ്ത് ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പം അവിടെ എന്താണ്, അവിടെ നമ്മൾ ഒരു സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ബാക്ടീരിയനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ ബാക്ടോഫ്യൂഗേഷൻ എന്ന് പറയുന്നു. അത് വർക്ക് ചെയ്യുന്ന ആ ഒരു മെഷീന്റെ പേര് നമ്മൾ ബാക്ടോഫ്യൂജ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം ഈ അൾട്രാ സെൻട്രിഫ്യൂജിന്റെ കേസിൽ എന്താണ്, ഇവിടെ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ട് ഹൈലി എക്സ്ട്രീം സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ജനറേറ്റ് സിഗ്നിഫിക്കൻറ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അലോയിങ് ഫോർ ദി സെപ്പറേഷൻ ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ്, വളരെ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെ, ലൈക്ക് പ്രോട്ടീൻ, വൈറസ്, ന്യൂക്ലിക് ആസിഡ്, ഇതിനെയൊക്കെ നമുക്കൊരു റെഗുലർ സെൻട്രിഫ്യൂഗിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ട ലോ സെൻട്രിഫ്യൂജിലൊക്കെ വെച്ചിട്ട് നമുക്കിത് പോസിബിൾ അല്ല. അപ്പൊ ഇതിന്റെ സ്പീഡ് വളരെ കൂടുതലാണ്. അതായത് 60,000 to 1,50,000 റൊട്ടേഷൻസ് പെർ മിനിറ്റ് അല്ലെ. അപ്പം ലോ സ്പീഡ് സെൻട്രിഫ്യൂജിനേക്കാളും ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജിനേക്കാളും വളരെ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ് അൾട്രാ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു റെവല്യൂഷൻസ് തന്നെ എത്രയാണ്? 60,000 to 1,50,000 റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ,
അടുത്തത് ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്, ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്, അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. അങ്ങനെ പല ടൈപ്പിൽ. അപ്പൊ എന്ത് ബേസിലാണ് നമ്മുടെ ആ ഒരു സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്നതെന്ന് വെച്ചിട്ട് അതാണ് ഫസ്റ്റ് പറയുന്നത് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഒരു ഡെൻസിറ്റിയുടെ ഡിഫറൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ടോഫ്യൂജിലായാലും അല്ലെങ്കിൽ അൾട്രാ സെൻട്രിഫ്യൂഗേഷനിലൊക്കെ ആണെങ്കിലും എന്താണ്, ഡെൻസിറ്റിയുടെ ഡിഫറൻസിന്റെ ബേസിലാണ് സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്നത്. അപ്പം ഡെൻസർ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും, അത് ദൂരേക്ക് പോവും, ലെസ് ഡെൻസർ ആയിട്ടുള്ളത് ടുവേർഡ്സ് ദ ആക്സിസിലേക്ക് വരും. ഓക്കെ, അല്ലെങ്കിൽ മുകളിലേക്ക് പോവും, മോർ ഡെൻസർ ആയിട്ടുള്ളത് താഴേക്ക് സെറ്റിൽ ചെയ്യും. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐസൊലേറ്റ് സ്പെസിഫിക് സെൽ പോപ്പുലേഷൻ, ബയോമോളിക്യൂൾസ് ആൻഡ് സബ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ് ഒക്കെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡെൻസിറ്റി ഗ്രേഡിയന്റ്. അപ്പം ഒരു സബ്സ്റ്റൻസിനകത്ത് തന്നെ ഈ പോപ്പുലേഷൻ, ബയോമോളിക്യൂൾ, ഇതിന്റെ ഒക്കെ ഡെൻസിറ്റി വ്യത്യാസമായിരിക്കും. അപ്പൊ അതിനെല്ലാം നമുക്ക് ഇങ്ങനെ ഗ്രേഡിയന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷനെ കൊണ്ട് പറ്റും. ഓക്കെ, അടുത്തതാണ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോഴത്തേക്ക് എന്താണ്, ടു സെപ്പറേറ്റ് കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. എന്തൊക്കെ, ലൈക്ക് സെൽ ഓർഗനലൈസ്. ഓക്കെ, അപ്പൊ സെൽ ഓർഗനൈസിന് ഓരോന്നിനും ഓരോ സൈസ് ആയിരിക്കും. റൈബോസൈമിന്റെ സൈസ് ആയിരിക്കില്ല എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്, അതിന്റെ സൈസ് ആയിരിക്കില്ല മൈറ്റോകോൺട്രിയ. അപ്പം ഇങ്ങനത്തെ സൈസിനെ ബേസ് ചെയ്തിട്ടും, സൈസും ഡെൻസിറ്റിയും രണ്ടും കൂടെ ബേസ് ചെയ്തിട്ട്, അതിനെ രണ്ടിനെയും കൂടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ അല്ലെ. അതായത് നമ്മൾ ഈ പറഞ്ഞ ഓരോ ഓർഗനലൈസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക്സ് ബൈ ഗ്രാജുവലി ഇൻക്രീസിങ് ദ സ്പീഡ് ഓഫ് ദ സെൻട്രിഫ്യൂഗേഷൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, പതുക്കെ പതുക്കെയാണ് സെൻട്രിഫ്യൂജിന്റെ സ്പീഡ് കൂട്ടി കൊണ്ടുവരുന്നത്, വിച്ച് കോസസ് പാർട്ടിക്കിൾസ് ടു സെറ്റിൽ ഔട്ട് അറ്റ് ഡിഫറെന്റ് റേറ്റ്. ഓക്കെ, അപ്പം അപ്പൊ മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിനൊരു പെർട്ടിക്കുലർ ഷേപ്പും പർട്ടിക്കുലർ സൈസും ഉണ്ടായിരിക്കും. അപ്പൊ അത് ഒരിടത്തേക്ക് സെപ്പറേറ്റ് ആവും. പിന്നെ നമ്മൾ സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് ഓരോന്നിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് ഓരോന്നും ഐസൊലേറ്റഡ് ആകപ്പെടും. ഓക്കെ, അപ്പം ലാർജർ ഡെൻസർ പാർട്ടിക്കിൾസ് സെഡിമെന്റ് ഫാസ്റ്റർ ദാൻ ദ സ്മോളർ വൺസ്. അല്ലെ, ഇപ്പൊ നമുക്ക് റൈബോസോംസ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ് അല്ലെ, നേരെ മറിച്ച് ഇപ്പൊ മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ബിഗർ പാർട്ടിക്കിൾസ് ആണ്. അപ്പം വലിയ ഡെൻസിറ്റി ഉള്ള പാർട്ടിക്കിൾസ് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. വളരെ സ്മോളർ ആയിട്ടുള്ളത് നമ്മൾ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, വളരെ ഡെൻസിറ്റി കുറഞ്ഞത് പതുക്കെ ആയിരിക്കും അവിടെ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ലാർജർ ഡെൻസർ പാർട്ടിക്കിൾസ് സെഡിമെന്റ് ഫാസ്റ്റർ ദാൻ ദ സ്മോളർ ലെസ് ഡെൻസ് വൺസ്. ഓക്കെ, ദിസ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഐസൊലേറ്റ് ആൻഡ് പ്യൂരിഫൈ വേരിയസ് ബയോളജിക്കൽ കമ്പോണൻസ് ലൈക്ക് ഓർഗനലൈസ്, വൈറസ്, പ്രോട്ടീൻ. ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ എന്താണ്, നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്, വെരി ഹൈ സ്പീഡാണ് അതല്ലേ. ഏകദേശം 60,000 മുതൽ 1,50,000 റെവല്യൂഷൻസ് പെർ മിനിറ്റ് വരെ അത്രയും ഹൈ സ്പീഡിലുള്ള സെൻട്രിഫ്യൂഗേഷൻ ആണ്. ടു സെപ്പറേറ്റ് പാർട്ടിക്കിൾസ് ബേസ്ഡ് ഓൺ ദെയർ എന്താണ്, ഇവിടെയും ഡെൻസിറ്റി അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ മറ്റ് പ്രോപ്പർട്ടീസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്, ഇപ്പം ഫുഡ് പ്രോഡക്ട്സിന്റെ ഒക്കെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിഫൈനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഓയിൽ വാട്ടർ മിക്സറിൽ നിന്ന് അതിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് പ്രിപ്പറേറ്റീവ് അൾട്രാ സെൻട്രിഫ്യൂഗേഷനും ഉണ്ട്, അനലിറ്റിക്കൽ അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. അപ്പം ഈ പ്രിപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ കമ്പോണൻസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ്. അനലിറ്റിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഓർഗനലൈസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം പ്രിപ്പറേറ്റീവ് അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ ആക്ച്വൽ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ബയോളജിക്കൽ മെറ്റീരിയൽസ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡെൻസിറ്റി ഗ്രേഡിയന്റ് ബേസ് ചെയ്തിട്ടുള്ള അതങ്ങനെ പോലെ ഓരോ ഓർഗനലൈസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ആക്ച്വലി നമ്മളവിടെ സെപ്പറേഷൻ നടക്കുന്നുണ്ട്, ലൈക്ക് ഐസൊലേറ്റിംഗ് സെല്ല്, ഓർഗനലൈസ് ഓർ സ്പെസിഫിക് പ്രോട്ടീൻ. ഇവിടെ അനലിറ്റിക്കൽ അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ വെച്ചാൽ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ട് അങ്ങനത്തെ പഠിക്കാൻ. അപ്പം ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. ഇപ്പം ഡെൻസർ ആയിട്ടുള്ളത് ഇത്ര ഡെൻസർ ആയിട്ടുള്ളതായിരിക്കും ആദ്യം സെപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന ഷേപ്പിലുള്ളത്. അപ്പൊ അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ടു സ്റ്റഡി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്യൂരിഫൈഡ് മോളിക്യൂൾസ് സച്ച് ആസ് ദെയർ ഷേപ്പ്, സൈസ് ആൻഡ് ഇന്ററാക്ഷൻസ് വിത്ത് അതർ മോളിക്യൂൾസ്. മറ്റ് മോളിക്യൂൾസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈസ്, അതിന്റെ ഷേപ്പ്, അതിന്റെ ഡെൻസിറ്റി ഒക്കെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെൻട്രിഫ്യൂഗേഷൻ ആണ് അനലിറ്റിക്കൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി നമ്മുടെ സെൻട്രിഫ്യൂഗേഷന്റെ ആപ്ലിക്കേഷൻ ഇൻ ഫുഡ് ഇൻഡസ്ട്രി ആണ്. ഓക്കെ, അപ്പൊ സെൻട്രിഫ്യൂഗേഷൻ ഈസ് യൂസ്ഡ് ഇൻ വേരിയസ് വെയ്സ് ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി. ഇൻ ദ ഡയറി ഇൻഡസ്ട്രി നമ്മൾ ഓൾറെഡി പറഞ്ഞോണക്ക് എന്താണ്, ഇപ്പം മിൽക്കിന്റെ ക്ലാരിഫിക്കേഷൻ അല്ലെ, മിൽക്കിനകത്ത് നിന്ന് ഇപ്പൊ നമുക്ക് ബാക്ടീരിയസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സ്കിമ്മിങ് അല്ലെ, നമുക്ക് അതിനകത്തു നിന്നുള്ള ആ ഒരു ഡെൻസിറ്റി അല്ലെ ലെസ് ഡെൻസർ ആയിട്ടുള്ള നമുക്ക് ഫാറ്റ് മോളിക്യൂൾസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ. ഓക്കെ, സ്കിമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാറ്റ് ഒക്കെ കണ്ടന്റ് റിമൂവ് ചെയ്താണ്. ഓക്കെ, പിന്നെ ക്രീമിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം, മിൽക്കിനകത്ത് നിന്ന് ക്രീമിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. കാര്യം ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് ടോപ്പിലേക്ക് റൈസ് ചെയ്യും, നമുക്ക് അതിനെ അങ്ങനെ കളക്ട് ചെയ്യാം. കെസീൻ പ്രൊഡക്ഷൻ, കെസീൻ എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കിലുള്ള ഒരു പ്രോട്ടീൻ ആണ്. ആൻഡ് റിക്കവറി, ചീസ് മേക്ക് ചെയ്യാൻ, ആൻഡ് റിമൂവൽ ഓഫ് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂജ് യൂസ് ചെയ്തിട്ട് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ റിമൂവ് ചെയ്തില്ല, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. ഇനി ഡയറി പ്രോസസ്സിംഗിൽ എന്താണ്, സെൻട്രിഫിക്കേഷൻ ഈസ് ക്രൂഷ്യൽ ഇൻ ഡയറി പ്രോസസ് ലൈക്ക് മിൽക്കിന്റെ ക്ലാരിഫിക്കേഷൻ, അതായത് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുക. ഇമ്പ്യൂരിറ്റീസിന്റെ ഒരു ഡെൻസിറ്റി ഡിഫറൻസ് ആയിരിക്കും, അപ്പം നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ ക്രീം സെപ്പറേഷൻ, കെസീൻ പ്രൊഡക്ഷൻ, ചീസ് മേക്കിംഗ്, ഇതൊക്കെ എന്താണ് ഡയറി പ്രോസസ്സിംഗിൽ വരുന്ന എന്താണ് കാര്യങ്ങളാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ ഫ്രൂട്ട് ജ്യൂസിന്റെ പ്രൊഡക്ഷൻ, അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് പൾപ്പ് ആൻഡ് ക്ലാരിഫൈ ജ്യൂസ് അല്ലെ. ഇപ്പം നമ്മൾ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഇപ്പം ഫ്രൂട്ട്സിന്റെ മറ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പൾപ്പ് ഇതൊക്കെ കാണും. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യുന്നു, പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ടോ ഡെൻസിറ്റി വെച്ചിട്ടോ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ആ ജ്യൂസിനെ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ടു റിമൂവ് ദ പൾപ്പ് ആൻഡ് ക്ലാരിഫൈ ജ്യൂസസ് എൻഷുറിംഗ് എ സ്മൂത്തർ മോർ എൻജോയബിൾ ഡ്രിങ്ക്. ഓക്കെ, ഇനി എഡിബിൾ ഓയിൽ റിഫൈനിങ്. എഡിബിൾ ഓയിൽ റിഫൈനിങ്ങിൽ എന്താണ്, ഹെൽപ്സ് ഇൻ ഡീഗമ്മിങ്. ഡീഗമ്മിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു നമ്മുടെ ഓയിലിനകത്ത് ചെറിയൊരു ഇത് ഈ ഗം ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും, അപ്പം അതൊക്കെ മാറ്റിയിട്ട് ആ ഓയിലിനെ ഒന്നുകൂടെ ഒന്ന് ക്ലിയറർ ആക്കാനായിട്ട്, അതാണ് ഡീഗമ്മിങ് എന്ന് പറയുന്നത്. ന്യൂട്രലൈസേഷൻ, അതായത് ഇതിന്റെ അസിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ, അതിന്റെ പ്യൂരിഫിക്കേഷൻ ഓഫ് എഡിബിൾ ഓയിൽസിനൊക്കെ നമുക്ക് എന്താണ് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാം. അടുത്ത ഫെർമെന്റേഷൻ ഇൻഡസ്ട്രിയിൽ, ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ഈസ്റ്റ് ആൻഡ് മൈക്രോബിയൽ സെൽസ് ഡ്യൂറിങ് ഫെർമെന്റേഷൻ. ഓക്കെ, അതായത് ഫെർമെന്റേഷന്റെ സമയത്ത് നമുക്ക് ഈസ്റ്റിനെ മൈക്രോബിയൽ സെൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ, അതിലൊക്കെ ബീർ, വൈൻ ഇതിന്റെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതിലൊക്കെ മറ്റ് സെൽ ടൈപ്സ് ഒക്കെ ഐസൊലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഫെർമെന്റേഷൻ ഇൻഡസ്ട്രി യൂസ് ചെയ്യാം. കാര്യം ഈ ഫെർമെന്റേഷൻ ഇൻഡസ്ട്രീസിൽ ചിലതിനൊക്കെ നമുക്ക് ഇപ്പൊ സ്റ്റാർട്ടർ കൾച്ചർ ഒക്കെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ഇപ്പൊ യോഗേർട്ട് ഒക്കെ നമ്മൾ പെർട്ടിക്കുലർ സ്റ്റാർട്ടർ കൾച്ചർ ആഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ കെഫിർ എന്നൊക്കെ പറയുന്നത് നമ്മൾ കെഫിർ ഗ്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയുന്ന നമ്മുടെ മൈക്രോബിയൽ കൾച്ചേഴ്സിന്റെ ഇതുണ്ട്, ഗ്രാന്യൂൾസ്, അത് നമ്മൾ ആഡ് ചെയ്തിട്ട്, അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സെൻട്രിഫിക്കേഷൻ പ്രോസസ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതർ ആപ്ലിക്കേഷൻസ് എന്താണ്, സെൻട്രിഫിക്കേഷൻ ഫൈൻസ് യൂസ് ഇൻ ഷുഗർ മാനുഫാക്ചറിങ് ഫോർ സെപ്പറേറ്റിംഗ് ഷുഗർ ക്രിസ്റ്റൽ ഫ്രം സിറപ്പ് അല്ലെ. സിറപ്പിൽ നിന്ന് നമുക്ക് ആ ഷുഗർ ക്രിസ്റ്റൽസിനെ ഈ പറഞ്ഞൊക്കെ സെൻട്രിഫ്യൂജ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. ഇൻ സോയ് മിൽക്ക് പ്രോസസ്സിംഗ് ആൻഡ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലേവേഴ്സ് ആൻഡ് നാച്ചുറൽ എക്സ്ട്രാക്ട് ടു എൻഹാൻസ് ഫുഡ് ക്വാളിറ്റി ആൻഡ് ടേസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത മൈക്രോ ആൽഗെ ഹാർവെസ്റ്റിംഗ്. ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി സെൻട്രിഫ്യൂഗേഷൻ ഈസ് ഓൾസോ എ കോമൺ മെത്തേഡ് ഫോർ ഹാർവെസ്റ്റിംഗ് മൈക്രോ ആൽഗെ. ഓക്കെ, മൈക്രോ ആൽഗെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഈ സിംഗിൾ സെൽഡ് പ്രോട്ടീൻസ് ഒക്കെ പഠിക്കത്തില്ലേ, അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് ഇതിനെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെയൊക്കെ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി ആ ഒരു മീഡിയത്തിൽ നിന്ന് ഇതിനെ മാത്രം ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫുഡ് സോഴ്സ് ഓർ ഫോർ പ്രൊഡ്യൂസിങ് വേരിയസ് പ്രോഡക്ട്സ് ലൈക്ക് ഓയിൽസ് ഒക്കെ, അതായത് ഈ മൈക്രോ ആൽഗ നമുക്ക് ഫുഡ് പ്രോഡക്ട്സിനകത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിനെയൊക്കെ ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സസ്പെൻഡഡ് ബാച്ച് പ്രോസസ് എന്താണ്, സെൻട്രിഫ്യൂഗേഷൻ ഈസ് യൂസ്ഡ് ഇൻ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ, സെപ്പറേറ്റിംഗ് ദ സ്റ്റാർച്ച് ഫ്രം ദ സ്ലറി ആൻഡ് റെഡ്യൂസിംഗ് മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദ സോളിഡ് പൗഡർ പ്രോഡക്റ്റ്. ഇപ്പം നമ്മളിപ്പം ഈ ടപ്പിയോക്കയിലുള്ള സ്റ്റാർച്ച്, അതിലൊക്കെ നമ്മുടെ ഈ എന്താ പറയുന്ന ഈ സാന്തൻ ഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ തിക്കനിങ് ഏജന്റ് ആയിട്ടൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പൊട്ടറ്റോ പോലത്തെയൊക്കെ സ്റ്റാർച്ചി മെറ്റീരിയൽസിൽ നിന്നൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്ലറി, അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോയിൽ നിന്ന് നമ്മൾ സാന്തൻ ഗം എക്സ്ട്രാക്ട് ചെയ്യണമെന്നായിരിക്കും. അപ്പൊ നമ്മൾ ഈ മാഷ്ഡ് പൊട്ടറ്റോയുടെ ഒരു സ്ലറി ഉണ്ടാക്കിയിട്ട് ഇതിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനത്തെ അതിനകത്തു നിന്നുള്ള റിക്വയർഡ് സബ്സ്റ്റൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സെപ്പറേറ്റിംഗ് ചോക്ക് പൗഡർ ഫ്രം വാട്ടർ അല്ലെ, വാട്ടറിനകത്ത് നിന്ന് ചോക്ക് പൗഡറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. റിമൂവിംഗ് ഫാറ്റ് ഫ്രം മിൽക്ക് ടു പ്രൊഡ്യൂസ് സ്കിംഡ് മിൽക്ക്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സെപ്പറേറ്റിംഗ് ടെക്സ്റ്റൈൽസ്, ഓക്കെ, ടെക്സ്റ്റൈൽസിനകത്തൊക്കെ ഇപ്പൊ ഈ ഡൈ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ എക്സ്ട്രാ വരുന്നതിനൊക്കെ റിമൂവ് ചെയ്യാൻ. റിമൂവിംഗ് വാട്ടർ ഫ്രം ലെറ്റ്യൂസ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് ഇൻ എ സാലഡ് സ്പിന്നർ, അതായത് ലെറ്റ്യൂസിനകത്തുനിന്ന് വാട്ടർ റിമൂവ് ചെയ്യാൻ, സ്പിൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വാട്ടർ റിമൂവ് ആവുമല്ലോ. സെപ്പറേറ്റിംഗ് പാർട്ടിക്കിൾസ് ഫ്രം ആൻ എയർ ഫ്ലോ യൂസിംഗ് സൈക്ലോണിക് സെപ്പറേഷൻ. ഓക്കെ, ദ ക്ലാരിഫിക്കേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ
സെൻട്രിഫ്യൂഗേഷൻ ഓഫ് വൈൻ, അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താണ് നമുക്ക് ഈ സെൻട്രിഫ്യൂഗേഷന്റെ സസ്പെൻഡഡ് ബാച്ച് പ്രോസസ്സസ് യൂസ് ചെയ്യാം. ഇനി അടുത്ത സെപ്പറേഷൻ ഓഫ് വാട്ടർ പാർട്ടിക്കിൾസ് ഫ്രം ക്ലോത്ത്സ് വൈൽ സ്പിൻ ഡ്രൈയിങ് ഇൻ എ വാഷിംഗ് മെഷീൻ, അല്ലെ ഒരു വാഷിംഗ് മെഷീനിൽ ഇതിങ്ങനെ സ്പിന്ന് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ആ ഒരു സ്പിന്നിങ്ങിൽ വാട്ടർ മോളിക്യൂൾസ് വേറെ സെപ്പറേറ്റ് ആവുകയാണ്, അവിടെ ഒരു സെൻട്രിഫ്യൂഗേഷൻ ആക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി സെപ്പറേഷൻ ഓഫ് യൂറിൻ കമ്പോണൻസ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ഇൻ ഫോറൻസിക് ആൻഡ് റിസർച്ച് ലബോറട്ടറി, അവിടെയും നമ്മൾ ഈ സെൻട്രിഫ്യൂഗ്സ് യൂസ് ചെയ്തിട്ടാണ് യൂറിനകത്തുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ബ്ലഡിലുള്ള കമ്പോണൻസിനെയൊക്കെ നമ്മൾ വേർതിരിക്കുന്നത്. ഇതൊക്കെ മറ്റ് ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് സെൻട്രിഫ്യൂഗേഷൻ ഇൻ ഫുഡ് പ്രോസസ്സിംഗ് എന്തൊക്കെയാണ്? എഫിഷ്യൻസി ആൻഡ് സ്പീഡ്, അല്ലെ നമുക്ക് ഈ പറഞ്ഞൊക്കെ പാർട്ടിക്കിൾ സെപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഓർഗനൈസിനെ കുറിച്ച് പഠിക്കാൻ അതൊക്കെ ഇത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് പറ്റും. അപ്പം സെൻട്രിഫ്യൂഗേഷൻ ഈസ് എ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് മെത്തേഡ് ഫോർ സെപ്പറേറ്റിംഗ് സബ്സ്റ്റൻസസ്, ഓഫൻ ക്വിക്കർ ദാൻ ട്രഡീഷണൽ മെത്തേഡ്സ് ലൈക്ക് ഫിൽട്രേഷൻ. അല്ലെ നമ്മളിപ്പോൾ ഫിൽട്രേഷൻ ഒക്കെ ചെയ്ത് കുറേ ടൈം എടുത്ത് വരുന്നതിനേക്കാളും സെൻട്രിഫ്യൂഗേഷൻ എന്താണ് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ആ സെപ്പറേഷൻ പറ്റും. ഇനി അടുത്തത് ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ക്ലാരിറ്റി, അല്ലെ നമ്മളിപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ ഫിൽട്രേഷനെ ഒക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിമൂവൽ ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ ആ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. ദാറ്റ് ഈസ് ബൈ റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് കോൺസെൻട്രേറ്റിംഗ് കമ്പോണൻസ് സെൻട്രിഫ്യൂഗേഷൻ ഹെൽപ്സ് ഇൻ പ്രൊഡ്യൂസിങ് ഹയർ ക്വാളിറ്റി ഫുഡ് പ്രോഡക്ട്സ്. ഓക്കെ, അടുത്തത് എൻഹാൻസ്ഡ് സേഫ്റ്റി. ഇത് തന്നെ നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനെയൊക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട്, കാര്യം ഡെൻസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സെപ്പറേഷൻ ആണ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ബേസ്ഡ് ആയിട്ടുള്ള സെപ്പറേഷൻ, അപ്പം നമുക്ക് കുറച്ചുകൂടെ എൻഹാൻസ്ഡ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സേഫ്റ്റി ഒന്നും കൂടെ കൂട്ടാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ബൈ സെപ്പറേറ്റിംഗ് ഹാർംഫുൾ ബാക്ടീരിയ ഓർ കണ്ടാമിനൻസ് സെൻട്രിഫ്യൂഗേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ഫുഡ് സേഫ്റ്റി. ഇനി അടുത്ത വേഴ്സറ്റിലിറ്റി, എന്താണ്? ഇറ്റ് ഈസ് എ ടെക്നിക് ആപ്ലിക്കേഷൻ അക്രോസ് വേരിയസ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് ആപ്ലിക്കേഷൻ. നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ ഡയറി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇപ്പം ഫെർമെന്റേഷൻ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ വൈൻ മേക്കിംഗ്, അങ്ങനെ നമുക്ക് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രിയിൽ നമുക്ക് സെൻട്രിഫ്യൂഗേഷനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഒരു ചെറിയ ടോപ്പിക്കാണ്, അത്യാവശ്യം നമുക്ക് ഈസിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.